പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് രത്നം മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് എന്തൊരു സംഭവം വന്ന സമയത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് തലവെട്ടൽ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഞെട്ടിച്ചുള്ള ഒരു സംഭവമായിരുന്നു. കാരണം അൺഎക്സ്പെക്ടഡ് അങ്ങനെ കാരണം നമുക്കറിയുന്ന വിശാൽ ഹരി കോമ്പോയില് വേറെ കുറെ നല്ല കമേഴ്ഷ്യൽ മൂവീസ് പ്രത്യേകിച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള പടങ്ങളാണ് അത് അവരുടെ ആ ഒരു കോമ്പോയിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ DSP ആണ് മ്യൂസിക്. പിന്നെ ഇതിലൊരു സ്റ്റാർ കാസ്റ്റും അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. പ്രിയ ഭവാനി ശങ്കർ പ്ലസ് സമുദ്രക്കനിയുണ്ട്. പിന്നെ അതുപോലെ ഗൗതം വാസുദേവ് മേനോനുണ്ട്. നമുക്ക് നല്ല നോക്കാം. ആ ഒരു എന്റർടൈനർ സംഭവം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് കുറെ സജഷൻ വരാനുണ്ട് ഹരിയുടെ പടങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് എന്തായാലും നേരെ കണ്ടു നോക്കാം. റെഡിയാ? தமிழ்நாட்டுல இருந்து திருப்பதியை ஆந்திராவுக்கு பிரிச்சு கொடுத்தப்போ ஆளை தாண்டி வர எந்த பஸ்ஸும் போக முடியாது. தமிழ்நாடு ஆந்திராக்கு இவனுக்கு இவ்வளவு கோவம் வருது. தெலுங்குல അവര് കമേഴ്ഷ്യൽ ലൈഫ് തന്നെയുള്ളൂ അല്ലേ? உசிரிய மூச்சு ഒരു സോങ്ങോട് കൂടിയാണല്ലോ. റൊമാൻസ് ഉണ്ട് കേട്ടോ. റൊമാൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ കൂടെ ആക്ഷൻ വരും. അതായത് ഇത് കുറച്ചും കൂടി തോന്നിയേക്കണം മറ്റേതാട്ടോ. യോഗി ബാബുടെ ഇതല്ലേ റൊമാൻറ്റിക് ആക്ഷൻ മൂവിയാണ് ഏകദേശം കണ്ടപ്പോ അല്ലേ? വേറൊരു ഫോർമാറ്റ് ആണല്ലോ ഹരി. പോലീസ് ഡിപ്പാർട്ട്മെന്റ് யாருக்காவது மெடல் கொடுக்கணும்னா அது நம்ம ரத்னத்துக்கு தானா கொடுக்கணும். പോലീസ് ഡിപ്പാർട്ട്മെന്റ് പക്ഷെ കാണിച്ച രീതിയൊക്കെ വേറെ രീതിയിൽ അവസാനത്തെ ഡയലോഗിന്റെ അകത്ത് സംഭവം മനസ്സിലായി. പക്ഷെ എന്താ പറയാ ട്രെയിലർ എന്ന് പറയുന്നത് ട്രെയിലർ എനിക്ക് തോന്നിയേക്കണം എന്താ പറയാ കുറച്ചും കൂടി ആ ഒരു റൊമാൻറ്റിക് സോങ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ആക്ഷൻ ഭയങ്കരമായിട്ട്. പിന്നെ താമരഭരണി ഞാൻ പടം കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ പാട്ടുകളെ കാണുന്ന സമയത്താണെങ്കിലും അവരുടെ ആ ഒരു ചെറിയൊരു കെമിസ്ട്രി ഇല്ലേ അതുപോലെ ഒരു വൈബ് അടിച്ചില്ലേ ആ കൂട്ടിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തോന്നുന്നത്. പിന്നെ ഒരു നമ്മൾ അറിയില്ലേ DSPയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷന് നമ്മളെ ചില സമയത്തുള്ള ഒരു മിസ് മാച്ചിങ് എന്ന് പറയുന്നത് അതിലൊരു സാധനം. അതായത് നമ്മുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള വയലൻസ് കാണിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു സാധനം ഇട്ട പോലെ ഉണ്ടായിരുന്നു. അത് നല്ലോണം നമുക്ക് മാച്ച് ചെയ്യാനും സിങ്ക് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ? വെറൈറ്റി സംഭവം എന്ന് പറയില്ല, ഒരു വെറൈറ്റി ഒരു അവതരണം ട്രെയിലറിന്റെ തന്നെ. പിന്നെ ആണെങ്കിൽ വിശാല ശരിക്കും ആ ഒരു മാർക്ക് ആന്റണി വൈബിൽ തന്നെയാണ് ഞാൻ പേഴ്സണലി ഉള്ളത് വിശാലിനെ. അല്ലേ? കാരണം അതിനകത്ത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടാത്ത ആളുകളെയും കൂടി ഇഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവം പ്രത്യേകിച്ച് ആ ഒരു മൂവി. അപ്പൊ അതിനുശേഷമാണ് വേറെ ചെയ്തിട്ടില്ല തോന്നുന്നത്. ഇല്ല അതിനുശേഷം വേറെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല വിശാൽ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നത് ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെയാണ്. ആളുടെ പടങ്ങൾ ഭയങ്കര ഞാൻ വിശാലിന്റെ ഫസ്റ്റ് പടം തന്നെ മാർക്കാൻ തന്നെയാണ് കാണാറ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? സീന എന്തെങ്കിലും കണ്ടെന്നുള്ളൂ. അല്ലാതെ മൂവിയായിട്ട് ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷെ ആക്ഷൻ നല്ലോണം ചെയ്യാറുണ്ട്. ആളുടെ ബോഡിയൊക്കെ എപ്പോഴും സെറ്റ് ആയിട്ട് അവർ വെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തെലുഗു കണക്ഷൻ ഉണ്ട്. തമിഴ് തെലുഗു കണക്ഷൻ. പിന്നെ സമുദ്രഖാനി, ഗൗതം വാസുദേവ് മേനോൻ, അതായത് എന്താ പറയാ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ആ ഒരു അച്ഛമെൻപത് പടം ഇല്ലേ അതിന്റെ ഒരു വൈബ് അടിച്ചായിരുന്നു. ഞാനും പടം കണ്ടിട്ടില്ല, അതിനകത്ത് സീനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാർ അടിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൗതം വാസുദേവ് മേനോൻ നമ്മൾ കണ്ടോണ്ടാന്ന് തോന്നുന്നു കിട്ടിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു സിനിമ നടന്ന കൂടുതൽ ലോജിക് സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ക എന്റർടൈനർ മോഡിലായിരിക്കണം സാധ്യത. പിന്നെ ഈ പാട്ടില്ല എനിക്ക് തോന്നുന്നു അവർ ഇറക്കിയിട്ടുണ്ടെന്ന് ഇതിനു മുന്നേ ലിറിക്കൽ എന്തോ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് ഞാൻ എന്തോ തമ്മിൽ കണ്ട പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ശരിക്കും കാണുന്ന സമയത്ത് ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇളക്കാൻ പറ്റിയ ഒരു പടമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് വലിയ മറ്റു സംഭവങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം പിന്നെ പ്രത്യേകിച്ച് അവസാനം ആ ഒരു പോലീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ
അത്രയും ആളുകളെ വെട്ടുന്നതും കുത്തുന്നതിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ ആവും. പിന്നെ അതുപോലെ തന്നെ ഓവർ ഡയലോഗ്സും മറ്റു സാധനങ്ങളൊക്കെ കാണിക്കാത്ത എനിക്ക് ഒന്ന് കൂടുതൽ കാണിച്ചതിന് റിവീൽ ആയി പോകും. കാരണം ഓൾറെഡി പെട്ടെന്ന് റിവീൽ ആവുന്ന രീതിയിലാണ് സ്റ്റോറി ഉള്ളത് കാണുമ്പോൾ അല്ലെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ ഇതാണ് സാധനം. വിശാൽ ഫാൻസിനൊക്കെ ഭയങ്കര ഒരു ട്രീറ്റ് ആണ് സംഭവം. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അത്രേ ഉള്ളൂ, അടുത്ത വീക്കിലേക്ക് കാണാം.